We thank you for this blessed Sunday morning. Help us to be in tune with your will. Help us to receive your word. Help us worthy enough to appropriate it in our life situations and thereby glorify your holy name. We pray for all participants and people who help us and support us. And we do pray for the pandemic afflicted nations and people as well. We look forward for your special graces upon graces on each one of us. In Christ Jesus' name we pray. Amen. Now the opening hymn. Hide me now, under your wings. Cover me within your mighty hand. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. Find rest, my soul, in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. അറിയിക്കാത്തവൻ മകളും എനിക്കിടും കൃപാനിധി. അറിയിക്കാത്തവൻ മകളും എനിക്കിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. I will be still and know you are God. നാം ഇന്ന് പത്രോസിനെ പറ്റി ഉള്ള
രണ്ടാം ഭാഗം ക്ലാസ്സാണ് ചെയ്യുന്നത്. ആധാരമായ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്ന് കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്ന് പ്രധാനമായും 3 കാര്യങ്ങൾ പറയും. ഒന്ന്, സെയിന്റ് പീറ്റേഴ്സ് വ്യൂ ഓൺ സഫറിംഗ് അഥവാ ഹിസ് തിയോളജി ഓഫ് സഫറിംഗ്. 2, ഹിസ് മിസിയോളജി, വിശുദ്ധ പത്രോസ്ലീഹയുടെ ദൗത്യശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട്. 3, പത്രോസ്ലീഹയുടെ അന്ത്യം അഥവാ രക്തസാക്ഷിത്വം. ഇപ്പോൾ ഒന്നാമതായി പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ കുറിവാക്യമായി വായിച്ച വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം ആകെ 5 അധ്യായങ്ങളേ ഉള്ളൂ. ഒറ്റ ഇരുപ്പിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചു തീർക്കാം. വളരെ മനോഹരമായ ആഴമായ ഒരു എപ്പിസോഡാണിത്. അതുകൊണ്ട് ഹിസ് വ്യൂ ഓൺ സഫറിംഗ്, അതിൽ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദി ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ദി ഫസ്റ്റ് പോയിന്റ്, വി ഹാവ് 4 സബ് പോയിന്റ്സ്. 1, പ്രിയമുള്ളവരെ, ഹിയർ Peter says that suffering or persecution is inevitable. അതായത് നമുക്ക് സംഭവിക്കുന്ന അഗ്നിശോധനകൾ അതൊരു അപൂർവ കാര്യമാണ് എന്ന് ചിന്തിക്കരുത്. Do not be surprised at the painful trial you are suffering as though something strange were happening to you. അതിശയിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിന്റെ അതിന്റെ ഫാബ്രിക് ഓഫ് ലൈഫ് എന്ന് വേണേൽ പറയാം. അതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് പല ത്രെഡും സഫറിങ് ആണ്. ലൈഫ് ഈസ് കളർഫുൾ എന്ന് പറയത്തില്ലേ, കളർഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കഷ്ടതയുടെ ത്രെഡും ഉണ്ട്. അതെല്ലാം കൂടെ ഒന്നിച്ച് മൂവൻ ചെയ്തതാണ് ലൈഫ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കഷ്ടതകളിൽ നാം അതൊരു അപൂർവ കാര്യമാണ് എന്ന് വിചാരിച്ച് അതിശയിച്ചു പോകരുത്. അസുഖങ്ങള്, രോഗങ്ങള്, മറ്റ് ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു അപൂർവ കാര്യമാണ് എന്ന് നാം കരുതരുത് എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ശ്രേഷ്ഠമായ ഒരു തിരുവചനം. ദൈവദാസനായ മോശെ, പ്രവാചകനായ മോശെ തൻ്റെ സഹോദരനായ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അഹരോന്റെ വേർപാടിങ്കൽ പ്രാർത്ഥിച്ച വളരെ പ്രസിദ്ധമായ പ്രാർത്ഥന 90-ാം സങ്കീർത്തനം. അവിടെ നാം വായിക്കുന്നു, മനുഷ്യന്റെ ആയുസ് അത് ഏറെ ആയാൽ 80 സംവത്സരം, അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ആയുസിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിക്കുകയാണ്. ഞാൻ പത്രോസിനെ പറ്റി പറയുമ്പോൾ, as a great theologian, I would love to substantiate Saint Peter's points by quoting Saint Paul's interpretations and definitions. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, മാർ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല
അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പൊ വിശ്വാസവും കഷ്ടതയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ സഫറിങ് ഈസ് ഇന്നെവിറ്റബിൾ. അത് ഒരു അപൂർവ കാര്യമല്ല, അതിൽ അതിശയിക്കരുത്. 2, ഈ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്നു. 1 പത്രോസ് 4:12 അവിടെ പറയുന്നു, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ. ഈ സഫറിങ് എന്ന് പറയുന്നത് ഒരുതരം പരീക്ഷയാണ്, ടെസ്റ്റ് ആണെന്ന് പറയാം. ടെസ്റ്റ് 4 തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട് ഇവിടെ വായിക്കുന്ന അനുസരിച്ച്. 1, ഇത് വിശ്വാസത്തിന്റെ സ്ഥിരതയെ അളക്കുന്നു. ഈ കഷ്ടതകൾ, ഈ ശോധനകൾ നമ്മളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയെ അളക്കുന്നു, അഥവാ നമ്മെ വിശ്വാസ വീരന്മാരാക്കി തീർക്കുന്നു. It teaches us to depend upon God more and more. അതുകൊണ്ട് രണ്ടാമതായി പറയാനുള്ളത്, കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇത് മുഖാന്തരമായി തീരുന്നു. 1, വിശ്വാസത്തിന്റെ സ്ഥിരതയെ അളക്കുന്നു. 2, it encourages us to depend upon God and His grace. 3, ഈ കഷ്ടത സിദ്ധത എന്ന വാക്ക് ഇവിടെ സിദ്ധന്മാരാക്കി തീർക്കുന്നു, നമ്മെ ജയാളിയാക്കി തീർക്കുന്നു. It strengthens our patience and endurance. And 4th, അവിടെ പറയുന്ന വിശ്വാസികളുടെ കഷ്ടത, it attracts others to Christ. അവർ കഷ്ടതയെ തരണം ചെയ്യുന്നത് അനേകർക്ക് മാതൃകയായി തീരുന്നു. അവരുടെ സാക്ഷ്യം അനേകർക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നു. അതുകൊണ്ട് വിശ്വാസികളുടെ കഷ്ടത നിറഞ്ഞ വിശ്വാസികളുടെ ജീവിതം ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ്. അപ്പോൾ ഈ കഷ്ടതയെ പറ്റി ഞാൻ വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞതിന്റെ 2 കാര്യങ്ങൾ. 1, ഇത് ഇന്നെവിറ്റബിൾ ആണ്, ഇത് അപൂർവ കാര്യമൊന്നുമല്ല, അതിൽ അതിശയിച്ച് പോകരുത്. 2, ഇതൊരു ശോധനയാണ്, ഒരു ടെസ്റ്റാണ്. അതിന് 4 അനുഗ്രഹങ്ങളുണ്ട് ഈ ടെസ്റ്റിന്. 1, അത് സ്ഥിരതയെ ഉളവാക്കുന്ന നമ്മെ വിശ്വാസ വീരന്മാരാക്കി തീർക്കുന്നു. കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 2, 3, ആ കഷ്ടത നമ്മെ സിദ്ധന്മാരാക്കി തീർക്കുന്നു, ജയാളിയാക്കി തീർക്കുന്നു. 4, ഈ കഷ്ടത ഇത് സാക്ഷ്യമായി മാറുന്നു, അനേകർക്ക് വിശ്വാസവും പ്രത്യാശയും നൽകുന്ന ക്രിസ്തീയ ജീവിതത്തിന് അനുഭവമായി മാറും. ഇനി മൂന്നാമതായി ഞാൻ തിയോളജി ഓഫ് സഫറിങ് പറയാൻ ശ്രമിക്കുന്നത് 13-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തെ ആസ്പദമാക്കി പറയുമ്പോൾ, സഫറിങ് ഈസ് എ ഷെയറിംഗ് ഇൻ ദ സഫറിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നാം അവനോടുകൂടെ തേജസ്സിരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ, if we suffer with him we will be glorified with him. This is what Paul says. ഫിലിപ്പിയ ലേഖനം 3:10-11 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ആഗ്രഹം പറയുന്നുണ്ട്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്, if we suffer with him we shall reign with him. സഹിക്കുന്നുവെങ്കിൽ നാം അവനോടുകൂടെ വാഴും. When we suffer we shall be greatly rewarded when Christ returns in glory. അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്ക് ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാം തിന്മയായി കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. 2 കൊരിന്ത്യർ 4:17 വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നു, നെടുനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രിയമുള്ളവരെ, മൂന്നാമതായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അതായത് 2 കാര്യങ്ങൾ പറഞ്ഞു. തിയോളജി ഓഫ് സഫറിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് സെയിന്റ് പീറ്റർ. 1, ഇറ്റ് ഈസ് ഇനെവിറ്റബിൾ, ഇതൊരു അപൂർവ കാര്യമൊന്നുമല്ല, അതിശയിച്ചു പോകരുത്. 2, ഇതൊരു ടെസ്റ്റാണ്, ആ ടെസ്റ്റിന് 4 അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. 3, ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോടുള്ള ഒരു പങ്കാളിത്തമായി മാറുന്നു. അതുകൊണ്ട് സാധു കൊച്ചുപദേശി പാടിയ ഒരു പാട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പാടാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്നുള്ള പാട്ടാണ്. സാധു പാടുകയാണ്, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും
ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, ആപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. 4, ഈ കഷ്ടങ്ങൾ മഹത്വത്തിലേക്കുള്ള വഴിയാണ്. 14 വാക്യം നോക്കിക്കൊള്ളുക. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 4-ാം അധ്യായം 14-ാം വാക്യം. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. താഴത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ ദയവായി പിന്നീട് വായിച്ചു കൊള്ളുക. സോ സഫറിംഗ് ഈസ് ദ വേ ടു ഗ്ലോറി. അതാണ് കാൽവറിയുടെ മഹത്വം. സഫറിംഗ് വിൽ ബി റിവാർഡഡ്. 1 പത്രോസ് 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അത് വളരെ എംഫാറ്റിക് ആയിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രൂശില്ലാതെ കിരീടമില്ല. ആ ജീവകിരീടം പ്രാപിക്കുന്നത് ക്രൂശിന്റെ വഴിയിലൂടെയാണ്. There is no crown without cross. മഹത്വത്തിന്റെ ആത്മാവ്, ആ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് സാധുവിന് ഈ കഷ്ടങ്ങളുടെ മധ്യത്തില് അപ്രകാരം നന്ദിയോടെ സാധു കൊച്ചുമുദേശി പാടിയത്. ശത്രുക്കൾ നിന്നെയും ദൂഷ്യമൊക്കെ ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. മഹത്വത്തിലേക്കുള്ള എൻ്റെ ദൈവം മഹത്വത്തിൽ ജീവിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, there is no crown without cross. ആകയാൽ നീയും ഞാനും ഭയപ്പെട്ടു പോകരുത്. ഈ പ്രയാസകരമായ ജീവിതാനുഭവങ്ങളോടെ നാം കടന്നു പോകുമ്പോൾ, ഈ ലോകത്തിന്റെ ഈ ജീവിതയാത്രയിൽ വിവിധ തരത്തിലുള്ള തിരിച്ചടികൾ, തോൽവികൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ അനവധി ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി തളരുവാൻ പാടില്ല, നിരാശപ്പെട്ടു പോകുവാൻ പാടില്ല. നിരാശ ക്രിസ്ത്യ ജീവിതത്തിന്റെ ശത്രു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ദൈവവചനത്തിലൂടെ അതിന്റെ ആഴമായ സത്യങ്ങൾ ഉൾക്കൊണ്ട് അതിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അതിന്റെ പ്രമാണങ്ങളെ പാലിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ ധൈര്യത്തിലും പ്രത്യാശയിലും ദിനംതോറും ജീവിക്കേണ്ടതിലേക്ക് ഇതാ പത്രോസ്ലീഹ വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ, ഈ കഷ്ടങ്ങൾ, ശോധനകൾ, ഇത് അപൂർവ കാര്യങ്ങളല്ല. ഇതിൽ നാം അതിശയിച്ചു പോകരുത്. ഇതൊരു അഗ്നിശോധനയാണ്. ഈ ശോധനയിലൂടെ വിവിധ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സഫറിംഗ് എന്ന് പറയുന്നത് ഒരു ഉയർച്ചയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങളോടുള്ള ഒരു കൂട്ടായ്മയാണ്. മാത്രമല്ല, ഈ അനുഭവങ്ങളിലൂടെ ദൈവനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, നൊമ്പരപ്പെടുന്നവരെ, രോഗത്താൽ വ്യാകുലപ്പെടുന്നവരെ, വേദനയാൽ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ, ഞെരുക്കത്തിലിരിക്കുന്നവരെ, തോൽവിയിലും പരാജയത്തിലുമായിരിക്കുന്നവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു. മഹത്വത്തിനാത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു. ആകയാൽ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ മുൻപോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവന്റെ മഹത്വം നിങ്ങൾ കാണും. ആ മഹത്വത്തിലേക്ക് നിങ്ങളും ഞാനും പ്രവേശിപ്പിക്കപ്പെടും. ഓ ഗ്ലോറി, ആമേൻ. ആത്മാവിനാൽ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നാം അഭിഷേകം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ട്
ഒന്നുകൂടി ഞാൻ വായിക്കാം, 19-ാം വാക്യം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടെ. രണ്ട് കാര്യങ്ങളാണ്, ഭരമേൽപ്പിക്കട്ടെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നന്മ ചെയ്യണം, കീപ് ഓൺ ഡൂയിങ് ഗുഡ്. കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവ പൈതൽ നിരാശപ്പെട്ടു പോകാതെ പിന്നെ എന്ത് ചെയ്യണം? വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്, പ്രയാസകരമായ ഈ ജീവിതയാത്രയിൽ തളർന്നു പോകാതെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ അഗ്നിശോധന ഒരു അപൂർവ കാര്യമെന്ന് വെച്ച്, കഷ്ടപ്പെടുന്നു എന്ന് വെച്ച് പ്രയാസകരമായ രീതിയിൽ ആകാതെ, അതിശയിച്ചു പോകാതെ നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കഷ്ടം സഹിക്കുന്നവൻ keep on doing good. രണ്ട്, commit yourself to God. കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ, സമർപ്പിക്കട്ടെ. Keep on doing good and commit yourself to God. അങ്ങനെയെങ്കിൽ അനമാവൻ പാടിയ പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. നമ്മളുടെ പുസ്തകത്തിൽ 235-ാമത്തെ ഗീതമാണ്. നമുക്ക് ചേർന്ന് പാടാം, ഇല്ലേ? ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലം ആയെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ഈശോവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. നമ്മളുടെ ശ്രേഷ്ഠരായ അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമേനിമാർ, ക്രിസോസ്റ്റം വലിയ തിരുമേനി, ഇപ്പോഴത്തെ മെത്രാപ്പോലിത്ത വലിയ തിരുമേനി, രണ്ട് തിരുമേനിമാരും അവരുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പ്രയാസങ്ങളെ പോലും അവർ വളരെ ധൈര്യപൂർവ്വം തരണം ചെയ്തവരാണ്. ഈ ലോക ജീവിതത്തിൽ തങ്ങളുടെ ഈ ശുശ്രൂഷയിൽ തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന, തങ്ങളുടെ വ്യക്തി ജീവിതത്തില്, സഭാതലത്തില്, സാമൂഹ്യ തലത്തില്, ഈ ജീവിതത്തില്, ഈ ശുശ്രൂഷ രംഗങ്ങളില് വിവിധ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ ദൈവദാസന്മാർ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ശരീരത്തിലെ പ്രയാസങ്ങൾ ഉൾപ്പെടെ വിജയകരമായി തരണം ചെയ്തത് ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യമാണ്. സഭാമക്കൾക്കുള്ള സാക്ഷ്യമാണ്, ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണത്. ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും, കഷ്ടത്തിന്റെയും രോഗത്തിന്റെയും കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും, ഞാന് എൻ്റെ യാത്ര ഈ ക്രൂശെ നോക്കി ചെയ്യും. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വയ്ക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്, ഹിസ് തിയോളജി ഓൺ സഫറിംഗ്. ഇനിയിപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് മിസിയോളജി, ഇന്നത്തെ ക്ലാസിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഹിസ് മിസിയോളജി. പ്രിയമുള്ളവരെ, സെയിന്റ് പീറ്റർ ആൻഡ് ഹിസ് പെർസ്പെക്റ്റീവ്സ് ഓൺ മിഷൻ among Gentiles, അത് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. മിസിയോളജി പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഹിസ് പെർസ്പെക്റ്റീവ്സ് ഓൺ മിഷൻ amongst Gentiles or non-Jewish people. യഹൂദ ക്രിസ്ത്യാനികളുടെ നേതാവായിട്ടാണ് ആദ്യം വിശുദ്ധ പത്രോസ്ലീഹ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായൊരു നേട്ടം വിജാതീയനായ കൊർന്നല്യോസിനെ സഭയുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതിൽ താൻ നിർവഹിച്ച പങ്കായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ സൗകര്യാർത്ഥം നിങ്ങൾ ശാന്തമായി വായിച്ചുകൊള്ളുക. ക്രിസ്തു മൂലമുള്ള രക്ഷയ്ക്ക് വിജാതീയരും അവകാശികളാണെന്ന് ചിന്തിക്കുവാൻ ഈ കോൺസർവേറ്റീവ് ജ്യൂസിന്, അല്ലെങ്കിൽ യാഥാസ്ഥിക പക്ഷക്കാർക്ക്, ഓർത്തഡോക്സ് പക്ഷം എന്നറിയപ്പെടുന്നവർക്ക്
ഈ ആ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഈ കോൺസർവേറ്റീവ് ജൂയിഷ് സെക്ട്സ് അവര് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഒരു നേതാവായിരുന്നു വിശുദ്ധ പത്രോസ്ലീഹ. എന്നാൽ വിശുദ്ധ പത്രോസ്ലീഹ യോപ്പായിൽ താമസിക്കുമ്പോൾ സകലവിധ മൃഗങ്ങളും ഇഴജാതികളും പറവകളും നിറഞ്ഞ ഒരു തൂപ്പട്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദർശനം കണ്ടു. അതുമൂലം ഒരു മനുഷ്യനെയോ മലിനമോ അശുദ്ധനോ എന്ന് കരുതരുത് എന്നുള്ള ദൈവദൂത് പത്രോസ്ലീഹായ്ക്ക് ലഭിച്ചു. കൊർന്നല്യോസിന്റെ കുടുംബം വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ ദൈവജനം കേട്ടു. അവർക്ക് പരിശുദ്ധാത്മ വരം ലഭിച്ചു. പത്രോസ്ലീഹ അവരെ സ്നാനപ്പെടുത്തി, അവരെ തിരുസഭയോട് ചേർത്തു. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് വിജാതീയരെ ഇങ്ങനെ തിരുസഭയിലേക്ക് ചേർത്തത് ജെറുസലേമിലെ വലിയ വിവാദ വിഷയമായി തീർന്നു. എന്നാൽ പത്രോസ് മടങ്ങിയെത്തിയപ്പോൾ ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അത് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ കർത്താവായ യേശു വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആര് എന്ന് പത്രോസ് ചോദിക്കുകയാണ്. This question raised by Saint Peter is profound theological question. It was a critical question. It is an ecclesial question, a missiological one. അപ്പോ 18-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, അവരിത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആകയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമുള്ളവരെ ജെറുസലേം കൗൺസിൽ കൂടി, ക്രിസ്തു സഭയുടെ ഒന്നാമത്തെ കൗൺസിലാണ് ജെറുസലേം കൗൺസിൽ. അതിന്റെ അധ്യക്ഷൻ വിശുദ്ധ യാക്കോബ് സ്ലീഹ ആയിരുന്നു. ഞാൻ വിശുദ്ധ യാക്കോബ് സ്ലീഹയെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 14-ാം വാക്യം നോക്കിക്കൊള്ളുക. വിശുദ്ധ പൗലോസ് തന്റെ വേലയുടെ ഭാഗമായി വന്ന വിജാതീയരെ പരിച്ഛേദന കൂടാതെ സഭയിൽ പ്രവേശിപ്പിക്കുന്നതിനെ ചൊല്ലി ഉഗ്രമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. അങ്ങനെ യെരുശലേം കൗൺസിലിൽ വിളിച്ചു കൂട്ടിയ ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിച്ചേർന്നു. അവിടെ ഈ ഞാൻ ഐ ഹോപ്പ് യു ഫോളോ മീ, അതായത് ഈ മറ്റുള്ള റിലിജിയനിൽ നിന്ന് കൾച്ചറിൽ നിന്നൊക്കെ വരുന്നവര് സർക്കംസിഷൻ ചെയ്യണമെന്ന് ഓർത്തഡോക്സ് ജൂയിഷ് സെക്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് നിർബന്ധം പിടിച്ചപ്പോ പൗലോസ്ലീഹ അത് സമ്മതിച്ചില്ല. പൗലോസ്ലീഹ അതില്ലാതെ തന്നെ അവരെ സ്നാനം കൊടുത്ത് അവരെ ചേർത്തപ്പോഴ് ഇവരുടെ ഇടയിൽ റിഫ്റ്റ് വന്നു. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ജെറുസലേം കൗൺസിൽ കൂടി സെന്റ് ജെയിംസ് ആണ് അതിന്റെ ചെയർപേഴ്സൺ. അവിടെ വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പൗലോസ്ലീഹായും ബർന്നബാസും പൗലോസ്ലീഹ അന്ത്യോക്യ സഭ അവര് വളരെ വ്യക്തമായിട്ട് അവരുടെ ശുശ്രൂഷയെ പറ്റിയും ഇങ്ങനെ ഈ പരിശോധന ചെയ്യണം എന്നുള്ളത് വിശ്വാസികളെ ഈ ക്രിസ്തു വിശ്വാസത്തെ തിരുസഭയിലേക്ക് ചേർക്കുന്നതിന് ഒരു റിക്വയർമെന്റ് ആയിട്ട് കരുതുവാൻ പാടില്ല എന്ന് ശക്തമായി വാദിക്കുകയും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ചിന്താഗതിയെക്കെതിരായി ദൈവശാസ്ത്ര വെളിച്ചത്തിൽ അവര് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച സമയത്ത് here we see that Saint Peter he played a major role in taking such a great decision. ഇവിടെയാണ് പൗലോസിന്റെ വാദഗതികള്. Paulus, very great theologian, great logician and philosopher, എല്ലാം വലിയ ബൗദ്ധിക തലത്തിൽ വളരെ ശക്തമായി സംസാരിക്കുവാൻ കഴിവുള്ളതാണ്, ഒറേറ്ററാണ്. ആ പൗലസിന്റെ വാദഗതികളെ എല്ലാം കേട്ടിട്ട് വിശുദ്ധ പത്രോസ്ലീഹ ഉണ്ടല്ലോ, സ്ലീഹന്മാർ തലവനായ വിശുദ്ധ പത്രോസ്ലീഹ വിശുദ്ധ പൗലോസിനെ പിന്തുണച്ചു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽ, അതായത് കോൺസർവേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ യഹൂദ ക്രിസ്ത്യാനികളുടെ നേതാവായിട്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ അറിയപ്പെടുന്നത്. എന്നാൽ പൗലോസ്ലീഹ കൊണ്ടുവന്ന വാദത്തോട് പത്രോസ്ലീഹ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യോജിച്ചു. നിങ്ങൾക്കറിയാം, അനുഭവകഥ എടുത്തു പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, he also stood for the Gentiles. പരിച്ഛേദന ആവശ്യമില്ല എന്നുള്ള വിശുദ്ധ പൗലോസ്ലീഹായുടെയും ബർന്നബാസിന്റെയും ഒക്കെ വാദത്തെ പത്രോസ്ലീഹ തനിക്ക് ലഭിച്ച സ്വർഗത്തിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ, തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ്ലീഹായെ പിന്തുണയ്ക്കുകയും തക്കതായ ഉചിതമായ തീരുമാനം യെരുശലേം കൗൺസിൽ വെച്ച് ഈ മിസ്സിയോളജി സംബന്ധിച്ച്, ഈ ദൗത്യശാസ്ത്രം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ അവരെത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, gospel is a universal gospel. It is universal. It is Catholic എന്ന് പറയും. It is universal in nature. ഇത് സാർവത്രികമാണ്.
ഈ രക്ഷ സാർവത്രികമാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നായി തീരുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇത് പത്രോസ്ലീഹ തനിക്ക് ലഭിച്ച ദർശനത്തിന്റെ വെളിച്ചത്തിൽ, യോപ്പയിലുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ആ സ്വർഗത്തിന്റെ ദർശനത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് ഈ പൗലോസ്ലീഹയുടെ വാദഗതികളെ അംഗീകരിക്കുവാൻ തക്കവണ്ണം സ്ലീഹന്മാരിൽ തലവനായ പത്രോസിന് ദൈവം തമ്പുരാൻ പത്രോസിനെ ഉപയോഗിച്ചു. ബഹുലതകളെ സ്വീകരിക്കുവാൻ പഠിപ്പിച്ചു. സർക്കംസിഷൻ ഒന്നും വേണ്ട, സർക്കംസിഷൻ വേണോ എന്ന് ഒരു കൂട്ട് പറഞ്ഞു, മറ്റു പറഞ്ഞു വേണ്ട. വി ഓൾസോ ലിവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ പ്ലൂറലിസ്റ്റിക് റിലീജിയസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. മതത്തിന്റെയും സംസ്കാരത്തിന്റെയും തത്വചിന്തയുടെയും ഒക്കെ ബഹുലതകളുടെ മധ്യത്തിലാണ് നമ്മൾ ഇന്ത്യക്കാരും ജീവിക്കുന്നത്, ഈ ഭാരതത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് ടുവേർഡ് മിഷൻ ഇസ് ദി നീഡ് ഓഫ് ദ ഡേ. പ്രിയമുള്ളവരെ, ബഹുലതകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യ ദർശനമാണ് ഇന്ന് സഭയ്ക്ക് സങ്കരം എന്ന് കാണുവാൻ സാധിക്കും. എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള ഒരു മഹാദർശനം, അതാണ് സാർവത്രിക ദർശനം. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ് കർത്താവ് നൽകിയ താക്കോൽ വീണ്ടും ഉപയോഗിക്കുകയാണ്. അതായത് വിജാതിയർക്കും പരിശുദ്ധ റൂഹ നടത്തുന്ന പ്രകാരം പത്രോസ് സ്വർഗരാജ്യത്തിന്റെ താക്കോല് തുറന്നു കൊടുത്തു. പത്രോസ് ഉണ്ടല്ലോ, തനിക്ക് ലഭിച്ച സ്വർഗത്തിന്റെ അധികാരം ഉണ്ടല്ലോ, ആ താക്കോലിന്റെ അധികാരം ഉണ്ടല്ലോ. He had to exercise the power, grace of that power that Christ had given him. എന്നെ നിങ്ങളെ ദൈവം തമ്പുരാൻ ലഭിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. നിസ്സംഗരായിരിക്കാനല്ല, തക്ക സമയത്ത് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി തക്കതായ നിലപാടുകൾ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി കൈക്കൊള്ളുവാൻ, ഇടവയായി കൈക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും സാധിക്കണം. പൗലോസിന്റെ വാദഗതികളോട് യോജിച്ചുകൊണ്ട് സ്ലീഹന്മാരിൽ പ്രധാനിയായ വിശുദ്ധ പത്രോസ് തനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിക്കുകയാണ്. വിജാതിയർക്കും പരിശുദ്ധ റൂഹ നടത്തുന്ന പ്രകാരം വിശുദ്ധ പത്രോസ് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. മൂന്നാമതായി അവസാനമായി ദി എൻഡ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് the first point was theology of suffering. അതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമതായി പറയുന്നത് മിസ്സിയോളജി. മിസ്സിയോളജിയിൽ തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് his perspective on mission amongst Gentiles, amongst non-Jewish people. സഭയുടെ ഒരു വലിയ മിഷൻ ദൈവശാസ്ത്രം രൂപീകരിക്കപ്പെട്ട് അത് ഉറപ്പിച്ച് ഇങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുവാനായിട്ട് വിശുദ്ധ യാക്കോബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യെരുസലേം കൗൺസിൽ വെച്ച് പൗലോസ്ലീഹായും ബർന്നബാസ് പിതാവും ഒന്നിച്ച് അവതരിപ്പിച്ച വാദിച്ച വാദങ്ങളോട് സ്വർഗം തനിക്ക് യോപ്പയിൽ വെച്ച് നൽകിയ ദർശനത്തിന്റെ വെളിച്ചത്തിലും തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും ശ്രേഷ്ഠനായ തലവനായ സ്ലീഹന്മാർ പ്രധാനിയായ വിശുദ്ധ പത്രോസ് ഒരു തീരുമാനം കൈക്കൊണ്ടു. 3, the end. പ്രിയമുള്ളവരെ, Saint Peter he found at the See of Antioch before he went to Rome. Antioch was the capital of the East. He was there for 7 years. അതുകൊണ്ട് നമുക്ക് ഈ പത്രോസ്ലീഹായുടെ പാരമ്പര്യം പറയുന്ന സഭകളെ സംബന്ധിച്ചിടത്തോളം കിഴക്കിന്റെ സഭകൾക്ക് അന്ത്യോക്യ പാത്രിയാർക്കീസ് പത്രോസ്ലീഹയുടെ പിൻഗാമി, അല്ലെങ്കിൽ ആദ്യത്തെ അന്ത്യോക്യ പാത്രിയാർക്കീസ് എന്ന് പറയുന്നത് സെയിന്റ് പീറ്റർ ആണ്. പാശ്ചാത്യ സഭയെ സംബന്ധിച്ചിടത്തോളം, റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അന്ത്യോക്യയിൽ നിന്ന് പിന്നീട് ഏഷ്യ മൈനറിലും അതുപോലെ തന്നെ ഗലേഷ്യ, പൊന്തോസ്, കപ്പദോക്യ, ഇങ്ങനെയുള്ള ബാബിലോൺ, മെസപ്പൊട്ടേമിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം റോമായിൽ വന്നിട്ട് AD 44-നും 49-നും ഇടയ്ക്ക് റോമായിലെ സഭകളും അല്ലെങ്കിൽ സഭയും സ്ഥാപിച്ചു. അപ്പം പാശ്ചാത്യ സഭയെ സംബന്ധിച്ചിടത്തോളം റോം ആണ് പാപ്പ, പോപ്പ് എന്ന് പറയുന്ന സെയിന്റ് പീറ്റർ. ആ സിംഹാസനത്തിൽ, പത്രോസിന്റെ സിംഹാസനത്തിന്റെ പിന്തുടർച്ചക്കാരാണ് പാപ്പാമാര്. കിഴക്കിന്റെ പാരമ്പര്യത്തില് അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിന്റെ പിൻഗാമികളാണ്. ഈ
കിഴക്കിന്റെ സഭകൾ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് നവീകരണം ആവശ്യമാണ് എന്ന് സെമിനാരിയിലെ മെൽപ്പാനായിരുന്ന പാലക്കുന്നത്ത് അബ്രഹാം മെൽപ്പാൻ അച്ഛൻ തന്റെ ജനം ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടതിനെ പറ്റി സഭയിലെ ചില ആചാരങ്ങൾ ദുരാചാരങ്ങളായി മാറിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കൈരയിൽ ഗീവേഴ്സ് മെൽപ്പാനച്ചനുമായി ചേർന്ന് ഉണ്ടായ പ്രസ്ഥാനം അല്ലെങ്കിൽ ശുചീകരണ പ്രസ്ഥാനം. എന്നാൽ പാലക്കുന്നത്ത് തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകനെ മാത്യൂസ് ചെമ്മാശനെ അബ്രഹാം മെൽപ്പാനച്ചൻ ഷീമിയിലേക്ക് അയച്ചു, അന്ത്യോക്യയിലേക്ക് അയച്ചു. അന്ത്യോക്യ പാത്രിയാർക്കീസിനാൽ മാത്യൂസ് ചെമ്മാശൻ ശിശാപറ്റം പൂർണ്ണമായി സ്വീകരിക്കുകയും റബ്ബാനും എപ്പിസ്കോപ്പായും മെത്രാപ്പൊലീത്തായും മേൽപ്പെട്ടം ആ പട്ടങ്ങളെല്ലാം അവിടെ താമസിച്ച് അവരുടെ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത് പിന്നീട് മലങ്കര മെത്രാപ്പൊലീത്തയായി മലങ്കരയിൽ വന്ന് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അഥനസ്യാസ് മെത്രാപ്പൊലീത്ത തിരുമേനിയും മലങ്കര സഭയിലെ സർക്കാരിനാലും ജനങ്ങളാലും സഭയാലും അംഗീകരിക്കപ്പെട്ട ഈ മെത്രാപ്പൊലീത്ത തിരുമേനിയും അന്ത്യോക്യ പാത്രിയാർക്കീസിനാൽ പട്ടം കെട്ടപ്പെട്ടയാളാണ്. ആ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനാസിയോസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രത്യേക പാരമ്പര്യത്തിൽപ്പെട്ട പിന്തുടർച്ചക്കാരായിരിക്കുന്ന മലങ്കരയിലെ മക്കൾ, പ്രത്യേകിച്ചും കേസിൽ പരാജയപ്പെട്ടുപോയ ഇന്ന് മാർത്തോമ വിഭാഗം എന്നറിയപ്പെടുന്നവർക്ക് ഈ വലിയ പാരമ്പര്യം പാത്രിയാർക്കീസ് ബ്രാവായാൽ വിശുദ്ധ പത്രോസിന്റെ സൈഹിക സിംഹാസനത്തിന് പിന്തുടർച്ച എന്ന് പറയുമ്പോൾ മലങ്കര സ്ലീഹയുടെ സിംഹാസനം ഉണ്ട്, അതാണ് നമ്മുടെ സിംഹാസനം, മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പ്രവേശിക്കുന്നത്. എന്നാൽ പത്രോസ് സ്ലീഹായുമായും ഈ സഭയ്ക്കുള്ള ബന്ധത്തെ യൗവനക്കാരായ നിങ്ങളോട് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒന്ന് പറയുവാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, പീറ്റർ വാസ് മാരീഡ്, നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പത്രോസിന് ഈ സുവിശേഷതയിലെ കുടുംബമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകളുണ്ടായി. ആ മകളുടെ പേര് പെട്രോനില്ല എന്നാണ്. അതിസുന്ദരിയായിരുന്ന ഈ മകൾ പത്രോസിനോടുകൂടെ സുവിശേഷ വേലയിൽ പങ്കെടുത്തിരുന്നു. സൗന്ദര്യം കൊണ്ട് തന്നെ പലപ്പോഴും പല രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഒക്കെ ഈ പെട്രോനിയെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും പെട്രോനിയ പിതാവിന്റെ കൂടെ സുവിശേഷ വേലയിൽ അതായിരുന്നു ലക്ഷ്യം. പ്രിയമുള്ളവരെ, AD 98 പെട്രോനിയായും രക്തസാക്ഷിയായി തീർന്നു. 34 വർഷത്തിന് ശേഷം, വിശുദ്ധ പത്രോസ് സ്ലീഹ രക്തസാക്ഷിയായതിനു ശേഷം 34 വർഷത്തിന് ശേഷം AD 98 ഈ മോളെ പെട്രോനിയായും കർത്താവിന് വേണ്ടി വീരചരമം പ്രാപിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. എന്തിനാ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, നോട്ട് ഓൺലി പീറ്റർ ബട്ട് ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫൊർഫീറിയ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അവർ കുടുംബമായി സുവിശേഷ വേലയായിരുന്നത്. ഇന്നത്തെ സുവിശേഷ വേലക്കാർക്ക് ഒരു ശ്രേഷ്ഠമായ മാതൃകയാണ്. പ്രിയമുള്ളവരെ, നീറോ ചക്രവർത്തി ഹി പബ്ലിക്ലി അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് ദി ചീഫ് എനിമി ഓഫ് ഗാഡ്. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരെ മനഃപൂർവ്വമായി ദ്രോഹിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം തന്നെ നീറോ അങ്ങ് ഏറ്റെടുത്തു. വിശുദ്ധ ഈ പൗലോസ് സ്ലീഹായെ ശിരച്ഛേദം ചെയ്ത് കൊന്നു. ഹി വാസ് ബിഹെഡഡ് അറ്റ് റോം. എന്നാൽ പത്രോസിനെ ഹി വാസ് ക്രൂസിഫൈഡ് അറ്റ് റോം. ഈ വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും ഒരേ സമയത്ത് ഒരേ രീതിയിലാണ്, ഒരേ സമയത്താണ് അവരെ കൊല്ലുന്നത്, അല്ലെങ്കിൽ അവരെ മരണപ്പെടുന്നത്, അവരെ കൊല്ലപ്പെടുന്നത്. ദൈവമുള്ളവരെ, നീറോ ചക്രവർത്തിക്ക് ദേഷ്യം വരാനായിട്ടൊരു കാരണമുണ്ട്. പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിലും സാക്ഷ്യത്തിലും സ്ഥിരതയിലും പത്രോസ് വളരെ ഉറച്ചവനായിരുന്നു. അതുകൊണ്ട് ഈ രാജാവിന്റെ വിരട്ടുകളൊന്നും പത്രോസിനെ ബാധിച്ചില്ല. എന്നാൽ രാജാവിന്റെ ഭാര്യമാര്, 4 ഭാര്യമാര്, അഗ്രിപ്പ രാജാവിന്റെ 4 ഭാര്യമാര് പത്രോസിനെ
വിശ്വാസത്തിലേക്ക്, പത്രോസിന്റെ വചനത്തിലൂടെ, വചന ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലേക്ക് വന്നു. അതിൽ കുണ്ഠിതപ്പെട്ട രാജാവ് പത്രോസിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ റോമ പട്ടണം വിട്ട് ഓടിപ്പോകുവാനായിട്ട് സഭാ മക്കൾ അല്ലെങ്കിൽ സ്നേഹിതർ പത്രോസിനെ നിർബന്ധിച്ചു. കുറച്ചുനാളും കൂടെ ജീവിച്ചിരുന്നാൽ സഭയ്ക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് ഇവിടം വിട്ട് പോകണമെന്ന് സഭാമക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ കർത്താവായ ഇങ്ങനെ റോമിൽ നിന്ന് പത്രോസ് ഓടിപ്പോകുമ്പോൾ കർത്താവായ യേശു കർത്താവ് ഈ റോമിലേക്ക്, പട്ടണത്തിലേക്ക് വരുന്നതായി വഴിയിൽ വെച്ച് പത്രോസ് കണ്ടു. പത്രോസുമായിട്ട് കൂട്ടുമുട്ടി. അപ്പൊ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്, കർത്താവിനോട് ചോദിച്ചു. വളരെ പ്രസിദ്ധമായ വാചകമാണ്, നിങ്ങൾക്കിത് അറിയാം. ഇത് ആക്ട്സ് ഓഫ് സെയിന്റ് പീറ്റർ എന്ന അപ്പോക്രിഫൽ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, ആ ചോദ്യം ഇങ്ങനെയാണ്, കൊവാദീസ് ഡോമിനോ, കർത്താവെ നീ എവിടെ പോകുന്നു കർത്താവെ എന്ന്. ഡോമിനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് കൊവാദീസ് ഡോമിനോ എന്ന് വിശുദ്ധ പത്രോസ്ലിഹ, അതായത് താന് റോമിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിലേക്ക്, താൻ കൊല്ലപ്പെടുമെന്നായി രക്ഷപ്പെടേണ്ടതിലേക്ക് ഓടി പോകുന്ന സമയത്ത് കർത്താവ് തമ്പുരാൻ പത്രോസിന് പ്രത്യക്ഷപ്പെടുകയും പത്രോസ് ചോദിച്ചു, കൊവാദീസ് ഡോമിനോ. അപ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോവാണ്, നിനക്ക് പകരമായി ഞാൻ റോമിലേക്ക് പോവുകയാണ്. യേശു പറഞ്ഞ മറുപടി, അതിന്റെ അർത്ഥം പത്രോസിന് പെട്ടെന്ന് മനസ്സിലായി. താൻ ഒഴിഞ്ഞു മാറിയ ക്രൂശ്, താൻ ഒഴിഞ്ഞു മാറിയ മരണം, താൻ ഒഴിഞ്ഞു മാറിയ ശുശ്രൂഷകൾ, അത് ഏറ്റെടുക്കേണ്ടതിലേക്ക്, ആ ക്രൂശ് ഏറ്റെടുക്കേണ്ടതിലേക്ക് കർത്താവ് തമ്പുരാൻ റോമായിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കി പത്രോസ് തിരിഞ്ഞു ഓടി. ആ ഓട്ടത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ കണ്ടില്ല. പ്രിയമുള്ളവരെ, താൻ സ്വയം മാറിയ ക്രൂശ് കർത്താവ് ഏറ്റെടുക്കുവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പത്രോസ് റോമിൽ ചെന്ന് യൗസേബിയസ് എന്ന ഹിസ്റ്റോറിയൻ പറയുകയാണ് ഈ കഥ. അതുപോലെ തന്നെ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ആ ശ്രേഷ്ഠ പിതാവും ഇപ്രകാരം ഈ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെന്നു. അങ്ങനെ ചക്രവർത്തി പത്രോസിനെ പിടിച്ചു. പത്രോസിന്റെ മരണം കഠിന വ്യഥയിലായി തീരേണ്ടതിലേക്ക് പത്രോസിനെ ക്രൂശിക്കുന്നതിന് മുൻപായി പത്രോസിന്റെ ഭാര്യയെ ഫെർഫേറിയയെ ക്രൂശിക്കാനായിട്ട് നിശ്ചയിച്ചു. ഐ കോട്ട് ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന സഭാപിതാവിന്റെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ കോട്ട് ചെയ്യാൻ പോവാണ്. They say that when the blessed Peter saw his wife led out to die, he rejoiced because of her summons and her return home, and called to her very encouragingly and comfortingly, addressing her by name, Porphyria, saying, "Oh, thou remember the Lord." പ്രിയമുള്ളവരെ, പത്രോസിന്റെ വ്യഥ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്രൂശിച്ചു. അങ്ങനെ തന്റെ ഭാര്യയെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രോസിനെയും ക്രൂശിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. പത്രോസ് തന്റെ ഭാര്യയെ, തന്റെ പ്രിയപ്പെട്ടവളെ പേര് ചൊല്ലി വിളിച്ചിട്ട് അവളെ പ്രോത്സാഹിപ്പിച്ചു, അവളെ ആശ്വസിപ്പിച്ചു. ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ സഭാപിതാവ് എഴുതിയിരിക്കുകയാണ്, and called her very encouragingly and comfortingly, addressing her by name, saying, "Oh, thou remember the Lord." തന്റെ ഭാര്യയെ പേരൂല്ലി വിളിച്ചിട്ട് പറയാണ്, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ പത്രോസ് ധൈര്യപ്പെടുത്തി. ആ ധൈര്യം കണ്ടിട്ട്, ഇപ്രകാരമുള്ള പത്രോസിന്റെ അന്ത്യവാക്കുകൾ, സുവിശേഷ വേല കണ്ടിട്ട് ആ ജയിലർ വിശ്വാസിയായി തീർന്നു എന്നാണ് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്റെ ഭാര്യ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഊഴം വന്നു. തന്റെ ഊഴം വന്നപ്പോൾ തന്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ തന്നെ നേരെ ക്രൂശിക്കുന്നത് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് സ്ലീഹ ആവശ്യപ്പെടുകയും അങ്ങനെ തലകീഴായി താൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഞാൻ പറഞ്ഞു, 34 വർഷത്തിന് ശേഷം തന്റെ മകൾ പെട്രോനില്ല AD 98 അവളും രക്തസാക്ഷിയായി തീർന്നു. കർത്താവിന് വേണ്ടി എരിഞ്ഞമരുവാൻ വിശുദ്ധ പത്രോസിന് ഇടയായി തീർന്നു.
നമുക്ക് AD 67 he was crucified upside down in Nero's circus near Vatican Hill. After crucifixion, his body was given to his friends and he was buried close by. നമുക്ക് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ റോമിൽ പോയി ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നതെല്ലാം പള്ളികളാണ്. അവിടെയൊക്കെ ചെന്ന് ഈ ചരിത്രങ്ങളൊക്കെ ഓർത്ത് കാണുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ഇടയാവും, നല്ലതായിരിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. The story of Peter becomes an epic of courage and martyrdom, and a story of great glory of God. ചഞ്ചലചിത്തനും എടുത്തുചാട്ടക്കാരനും ഭീരുവുമായ ഒരു ശീമോൻ കർത്താവിന് വേണ്ടി ഉറച്ച പാറയായി തീർന്നു. അവനെ സ്ത്രീഹന്മാരെ തലവനാക്കിയെന്ന് മാത്രമല്ല, അവൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. നേരത്തെ പാടിയ പാട്ട്, അന്നമ്മ മാമൻ പാടിയ പാട്ട് നമുക്ക് ചേർന്ന് ഒന്നുകൂടെ പാടാം. അതിങ്ങനെയാണ്: ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. പാത്രിയാർക്കീസ് ബാവയെ പറ്റിയാണെങ്കിൽ, അതായത് പത്രോസിനെ പറ്റിയാണെങ്കിൽ സഭാചരിത്രത്തിൽ, പാപ്പാതിരുമേനിയെ പറ്റി, അതായത് പത്രോസിനെ പറ്റി സഭാചരിത്രത്തിൽ ധാരാളം റൈറ്റിംഗ്സ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ധാരാളം ഉപകഥകളുണ്ട്. ശുശ്രൂഷകളെ പറ്റിയുള്ള ധാരാളം അതിശയങ്ങളുണ്ട്. അതിലോട്ടൊന്നും ഞാൻ പ്രവേശിച്ചില്ല. ലോട്ട് ഓഫ് ഡോക്യുമെന്റ്സ് അവൈലബിൾ, സ്റ്റിൽ ആർ അവൈലബിൾ. നിങ്ങൾക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. എന്നാൽ ഞാൻ വിശ്വാസത്തെ ഊന്നി പറയുവാനാണ് ശ്രമിക്കുന്നത്. അന്നമ്മ മാമൻ പാടിയതുപോലെ നമുക്ക് പാടാം. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം പത്രോസ്ലിഹായുടെ ആ ശുശ്രൂഷ അതെന്റെ ഭാര്യയ്ക്ക് തന്നെയാണ് ലഭിച്ചത്. അന്ത്യശുശ്രൂഷ അതാണ്. നമ്മളിപ്പോൾ അതിന് അങ്ഷൻ എന്നൊക്കെ തൈലാഭിഷേകം എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ ആ ശുശ്രൂഷയുടെ എവങ്കേലിയോൻ, അതിന്റെ ദൂത് എന്താണ്, അതിന്റെ സുവിശേഷം എന്താണ്? മേക്കിംഗ്, equipping a dying person with courage and hope to confront death positively with faith. അതാണ് ആ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം, ശുശ്രൂഷയുടെ ഉദ്ദേശം. ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകുവാനായിട്ട് അപൂർവമായ വേർപെട്ടു പോകാനായിട്ട് ഉള്ള ആ അവസരത്തിൽ യേശു ക്രിസ്തുവിനെ ഓർക്കുക എന്ന് ആ വ്യക്തിയോട് പറയുന്ന ശുശ്രൂഷയാണ് സാധാരണക്കാർ ലെയ്മൻ ഭാഷയെ പറഞ്ഞ അന്ത്യകൂദാശ എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ പത്രോസ് തന്റെ ഭാര്യയോട് ചെയ്തത്. ക്രൂശിക്കേണ്ടതിലേക്ക് അവളെ കൊണ്ടുപോകുമ്പോൾ, തന്റെ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ പേര് ചൊല്ലി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, റിമെമ്പർ ലോർഡ് ജീസസ്. കർത്താവിനെ ഓർത്തുകൊള്ളുക, കർത്താവിനെ ഓർത്തുകൊള്ളുക. നമുക്ക് പാടാം. ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലം ആയെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി
അന്ത്യശ്വാസം വരെയും. ഒരു സ്റ്റാൻസായും കൂടെ ഞാൻ പാടാൻ പോകുക. നേരത്തെ പാടിയത് തന്നെയാണ്. അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കും. അതിനുശേഷം ആശീർവാദം പറയും. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപാലുങ്കിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഒക്കെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ പരീക്ഷയെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടം നിങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ പ്രിയ മക്കളെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ ഈ പഠന ശുശ്രൂഷയിൽ എന്നോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ തന്റെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.